പുതിയ കാലത്തെ യുക്തിവാദി ചോദ്യങ്ങളൊക്കെ വരും. അത് ക്യാമ്പസിലൊക്കെയാണ് ചോദ്യങ്ങൾ കൂടുക. എന്തേ? പക്ഷെ നമ്മൾ തെറ്റ് ചെയ്യുന്നത് ശരിക്കും അള്ളാഹു തീരുമാനിച്ചോണ്ടല്ലേ? എന്നിട്ട് ബാക്കി പിന്നെ നമ്മൾ തെറ്റ് ചെയ്യുന്നതിന് അള്ളാഹു ശിക്ഷിക്കുന്നതിന് എന്താ കാര്യം കിടക്കണത്? ഓഹോ, അപ്പം നീ കോഴിക്കോട് അങ്ങാടിയിലൂടെ അല്ലെങ്കിൽ ആക്കോടുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ 2 +2 പെൺപിള്ളേർ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അവരുടെ മുഖവും കൈയും കാലൊക്കെ തുറന്നിട്ടുണ്ട്. നോക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നീ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അള്ളാഹു ഉടനെ മലക്കുകളെ വെച്ചിട്ട് ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫിൽ, അസ്രായേലും നോക്കടോ എന്നിട്ട് നോക്കിപ്പിക്കുന്നതാ? അല്ലല്ല, നോക്കുകയും ചെയ്തിട്ട് എനിക്ക് അങ്ങോട്ട് ന്യായീകരണം നോക്കി ഇങ്ങനെ ഇവരെ സുഖസുന്ദരായിട്ട് നോക്കി, എന്നിട്ട് ഇവൻ്റെ ഒരു ന്യായീകരണം. നമ്മൾ തന്നെയല്ലേ ഇത് ചെയ്യുന്നത്? ആകയാൽ നമ്മൾ തെറ്റ് നിർത്തണമെന്ന് തീരുമാനിക്കാൻ ലോകത്തൊരു മന്ത്രിസഭ തീരുമാനിച്ചിട്ടോ ക്യാമറ വെച്ചിട്ടൊന്നും കാര്യമില്ല. അവരവരുടെ ജീവിതത്തിൻ്റെ തഖ്വ അവരവർ തീരുമാനിക്കേണ്ടതാണ്. ഇനി നെറ്റ് പ്രോസസിങ് കട്ടാക്കി, നെറ്റ് കട്ടാക്കി, കണക്ഷൻ എല്ലാം കട്ടാക്കി, വൈഫൈയും എല്ലാം, എന്നാലും തെറ്റ് ചെയ്യാലോ. അതുകൊണ്ടല്ലേ നാവിനെ സംരക്ഷിക്കൂ. നാവിനെ സംരക്ഷിക്കാന്ന് പറഞ്ഞാൽ അമേരിക്കയിലുള്ള ഒരാൾ ഇവിടുന്ന് ഗീബത്ത് പറയാലോ അല്ലേ? ഇനി നാവ് കൊണ്ടല്ലെങ്കിലും അയാളുടെ ഹൃദയം കൊണ്ട് അയാൾക്ക് ഗീബത്ത് പറഞ്ഞൂടെ? ചില ആൾക്കാർ ഗീബത്ത് പറയുമ്പം പറയും, ഞാൻ പേര് പറയുന്നില്ല എന്നാലും ഞാൻ പറയാം, പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത് അയാളുടെ ഹൃദയം കൊണ്ടുള്ള ഗീബത്താണെന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. ചില ആൾ ഗീബത്ത് പറയുന്നത് വേറെ വേറെ മോഡലിലാണ് പറയാം. കുറച്ച് പറഞ്ഞിട്ട് പറയും ഞാൻ അധികം പറയുന്നില്ല, വാർത്ത ചുരുക്കത്തിൽ തന്നെ കേൾക്കല്ലേ? അതേപോലെ മഹാന്മാരെ എഴുതി വെച്ച് ഇന്നലകളിൽ ജീവിച്ച സ്വാലിഹീങ്ങൾ അവരുടെ നോമ്പ് കൊണ്ടും നിസ്കാരം കൊണ്ടും ഒന്നും അല്ല വിജയിച്ചത്, ആരുടെയും അഭിമാനത്തിൽ ഇടപെടാതെ ജീവിച്ചു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആരെക്കുറിച്ച് അവർ ഇടപെടൂല. ഇന്ന് നമുക്ക് ധാരാളം ഇബാദത്ത് ചെയ്യാൻ അവസരങ്ങളുണ്ട്, പക്ഷേ 2 ആൾ ഇരുന്നാൽ തുടങ്ങും ഗീബത്ത്. യഥാർത്ഥത്തിൽ എത്ര പൊട്ടത്തരമാണത് ചെയ്യണത്? അധ്വാനിച്ച് നേടിയെടുത്ത ഇബാദത്തുകൾ മറ്റൊരാൾക്ക് കൊടുക്കലാണല്ലോ ഗീബത്ത് എന്ന് പറഞ്ഞാൽ. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ സുബീസ്കരിച്ചിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ കൂടുള്ള ആളോട് പറയുന്നു, ഈ വീട്ടുകാരൻ സുബീക്ക് എണീക്കൂല അല്ലേ എന്ന്. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ വീട്ടുകാരന് ഉറക്കവും കിട്ടി, ഈ 2 എണ്ണത്തിൻ്റെ സുബിയും കിട്ടി. ഈ 2 മഹാന്മാരായ പൊട്ടന്മാരുണ്ടല്ലോ, ഇവരുടെ സുബിയും പോയി ഉറക്കും പോയി. ഇതൊരു പൊട്ടത്തരം. അതുകൊണ്ടാണ് ഇൻ്റലക്ച്വലായിട്ട് അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അഥവാ നിനക്ക് ഗീബത്ത് പറയാൻ അത്രയും മുട്ടുന്നുണ്ടെങ്കിൽ, എൻ്റെ ശഹവത്ത് എങ്ങനെങ്കിലും ഗീബത്ത് പറയണമെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ഉപ്പാനും ഉമ്മാനെയും പറഞ്ഞോളിന്ന്. എന്നാൽ പിന്നെ കൂലി അങ്ങോട്ടേക്കല്ലേ പോകുള്ളൂ, കുടുംബത്തിൻ്റെ പുറത്തേക്ക് സ്വത്ത് പോകില്ലല്ലോ എന്ന്. അതൊരു ഇൻ്റലക്ച്വലായിട്ട് പറയുന്നതാണ്. സ്വാലിഹീങ്ങളുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. ഒരു മഹാൻ രോഗിയായിട്ട് കിടക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അന്ന് കാണിച്ച ഡോക്ടറല്ല, മറ്റേ ഡോക്ടർ നമുക്ക് കാണിക്കാം. അതാണ് മഹാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഗീബത്ത് കേട്ടിട്ടില്ലായിരുന്നു, ഇതിപ്പം മരണത്തിൻ്റെ തൊട്ട് മുമ്പ് കേൾക്കുകയാണല്ലോ. പക്ഷെ അത് ഗീബത്തോ? നമ്മൾ ഗീബത്ത് പറഞ്ഞോ? അല്ലാതെ ഈ ഡോക്ടറെ കാണിക്കേണ്ട മറ്റേ ഡോക്ടറെ കാണിച്ചോളി എന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഈ ഡോക്ടർ പോരാന്നല്ല അതിൻ്റെ അർത്ഥം. അതൊരു ഗീബത്തിൻ്റെ ഒരു ഷെയ്ഉമ്മ ഉണ്ട്, അതുകൊണ്ട് ഈ പറയേണ്ടില്ലായിരുന്നു എന്ന്. നല്ലവണ്ണം ആലോചിക്കേണ്ടത്, ആഖിറത്തിൽ പാപ്പറായി തീരും. അള്ളാഹുവിനോടുള്ള തെറ്റ് ഒരുവിധമൊക്കെ അള്ളാഹു പുറത്തുതരും. മനുഷ്യരോടുള്ള തെറ്റുണ്ടല്ലോ, അതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. തുഹഫത്തുൽ മുഹ്താജിൻ്റെ 8 ചുരുങ്ങിയ വാക്കിൽ മഹാൻ വിശദീകരിക്കുന്നത്. ആഖിറത്തിൽ കുടുങ്ങിപ്പോവും. നമ്മളിപ്പോൾ നോമ്പ് പറ്റിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾ വെള്ളം കുടിക്കടാന്ന് പറഞ്ഞിട്ട് ഇവിടെ കഴുത്തിന് ഒരു ഗണ്ണ് വെച്ച് അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് വെള്ളം കുടിപ്പിച്ചാൽ നോമ്പ് മുറിയൊന്നും ചെയ്യില്ല. ബാബുൽ ഇക്റാഹിൽ പെടുന്നതാണത്. നിർബന്ധിച്ചിട്ടൊരു കാര്യം ചെയ്യിപ്പിച്ചാൽ നോമ്പ് മുറിയൂല. 3 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണത്. ഒന്ന്, ഇപ്പം കൊല്ലൂ എന്നാണ് പറഞ്ഞത്. അടുത്ത 2048 കൊല്ലൂന്നല്ല പറയണത്, ഇപ്പം കൊല്ലൂ എന്ന് പറഞ്ഞിട്ടാണ് അത് വെള്ളം കുടിപ്പിച്ചെങ്കിൽ നോമ്പ് മുറിയൂല. രണ്ടാമത്തത്, ഈ പറയുന്ന ആൾക്ക് കൊല്ലാനും നമുക്ക് തടയാൻ കഴിവില്ലാതിരിക്കുകയും വേണം. അല്ലാണ്ട് 1-ാം ക്ലാസ്സിൽ ഒരു കുട്ടി പ്ലാസ്റ്റിക്കിൻ്റെ തോക്കെടുത്തിട്ട് പറയും ഇപ്പം കൊല്ലൂ, അതല്ല. മൂന്നാമത്തത്, ഈ നിർബന്ധിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ഈ വെള്ളം കുടിക്കുന്നത്, അല്ലാതെ പച്ചവെള്ളം കൊണ്ട് നോമ്പ് പൊറിക്കാനാണ് മുതലാവില്ല. മുന്തിരി ജ്യൂസ് എല്ലാം എന്നാ നോമ്പ് പൊറിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത്,
ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ച് ഹണിമൂൺ ട്രിപ്പ് അടിക്കുക. അപ്പോൾ 2-3 ചെക്കന്മാർ ബൈക്കിൽ വന്നിട്ട് നിർത്തടാന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇത് നമ്മൾ ചെക്കൻ കണ്ടുവച്ച പെണ്ണാണ്, നീ എങ്ങനെ കല്യാണം കഴിച്ചത്, തൊലാക്കല്ലണം എന്ന് പറഞ്ഞാൽ പിടിച്ച് ചെല്ലിപ്പിച്ചാൽ തൊലാക്കാവില്ല. ഇങ്ങനെ എന്ത് ഏൽപ്പിച്ചാലും ആവില്ല എന്നാണ് പറയാൻ പോകുന്നത്. പക്ഷേ ഒരാണിനും പെണ്ണിനും റൂമിൽ നിർത്തിയിട്ട് നിങ്ങൾ വ്യഭിചരിക്കണം ഇല്ലെങ്കിൽ കൊല്ലുമെന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കാൻ പാടില്ല. അത്രയും വൃത്തികെട്ട തെറ്റാണത്. എന്നാൽ ഒരാളെ ഗീബത്ത് പറയൽ അൽ ഗീബത്തു അശദ്ദു മിന സിന എന്നുള്ളതാ. നാറിയ കേസായ വ്യഭിചാരത്തിനേക്കാൾ വലുതാണ്. നമ്മൾ പറയാൻ നിൽക്കരുത്, കേട്ടു കൊടുക്കരുത്. ഇബ്രാഹിമിന് അദ്ദേഹം റളിയല്ലാഹു അൻഹു ക്ഷണിക്കപ്പെട്ട ഒരു സദ്യയിലേക്ക് പോയപ്പോൾ അവിടുന്ന് കുറേ ആൾക്കാർ ഗീബത്ത് പറയുന്നുണ്ട്. മഹാൻ പറഞ്ഞ്, നമ്മളെ നാട്ടിലെല്ലാം 10 പ്ലേറ്റിൽ ഇട്ടതിന് ശേഷമാണ് മാംസം ഇറച്ചിക്കറി ഒഴിക്കൽ. ഇത് ഫസ്റ്റ് തന്നെ പച്ചിറച്ചിയാണല്ലോ, ഞാൻ പോക്കഴിഞ്ഞിട്ട് പോയി. പറയരുത്, ആരെയും പറയരുത്. പറയേണ്ട ഗീബത്തെല്ലാം പറഞ്ഞിട്ട് ചില സ്ത്രീകൾ പറയും നീ ആരോട് പറയല്ലേ എന്ന്. അതിൻ്റെ അർത്ഥം ഞാൻ എന്നെ എല്ലാവരോടും പറഞ്ഞോളാന്നാം. മനുഷ്യന്മാർ ഇതിന് നിൽക്കരുത്. വളരെ നാറിയ കേസ് ആഖിറത്തിലെത്തുമ്പോൾ കുടുങ്ങിപ്പോവും. തെറ്റ് അധികരിച്ചാൽ പിന്നെ ജീവിതം പോയില്ലേ. ആടുന്ന് പിന്നെ പരീക്ഷ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. ഒരാളുടെ നന്മ 40, തിന്മ 50 പോയി. ഒരു 10 അല്ലേ, എന്ത് 10 അല്ലേ, എന്തെല്ലാം ചാൻസ് അല്ല തന്ന നമുക്ക്. 10 ഖുൽഹുവല്ലാഹു സൂറത്ത് ഓതിയ സ്വർഗത്തിൽ വീട്. 10 ഖുൽഹുവല്ലാഹു ഓതാൻ ആകെ വേണ്ട 2 മിനിറ്റ്. 86,400 സെക്കൻഡിൽ, ഒരു ദിവസത്തെ 24 മണിക്കൂറിൻ്റെ സെക്കൻഡാണ് പറഞ്ഞത്. 86,400 സെക്കൻഡിൽ 2 മിനിറ്റ് ഡെയിലി ചിലവാക്കാൻ നമുക്ക് സമയമില്ല. ഡെയിലി രാവിലെയും വൈകുന്നേരം 10 സ്വലാത്തല്ലേ ഈമാനോടെ മരിക്കുമെന്ന് ഗ്യാരണ്ടിയാണ്. അതിന് നമുക്ക് സമയമില്ല. നമ്മളിപ്പം വെറുതെ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കി എത്ര സ്വലാത്ത് എല്ലാവരുണ്ട് ഡെയിലി. ഉത്തരം എന്തായിരിക്കും എന്നറിയാം. 90% ആൾക്കാരുടെ ഉത്തരം ഇങ്ങനെയായിരിക്കും, എണ്ണാറില്ലാന്ന്. സ്വലാത്തേ എണ്ണാറില്ലാന്ന്. അപ്പോൾ കേട്ടവർക്ക് അൺകൗണ്ടബിൾ, ആയിരക്കണക്കിനായിരിക്കും. എണ്ണീറ്റ് വിരലിങ്ങനെ തളർന്നു പോയി. ഇന്നത്ര ചെല്ലീൻ അല്ല, ഇന്ന് പിന്നെ ഈ പരിപാടീൻ്റെ തിരക്കല്ലായതുകൊണ്ട്. ഇന്നലെയോ അതിൻ്റെ ഇങ്ങനെ തിരക്കല്ലായിട്ട്. മിന്നാന്നോ എണ്ണാറില്ലെൻ്റെ അർത്ഥം മനസ്സിലായോ, തുടങ്ങാറില്ല. നമ്മൾ നമ്മളെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ പഠിക്കണം. നമ്മൾ നമ്മളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കണം. തെറ്റ് വർദ്ധിച്ച ആളുടെ ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുമെന്ന് പറഞ്ഞാൽ ആ ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരുത്താൻ എങ്ങനെയാണെന്നറിയോ. ഇടത്തെ കയ്യിൽ അയാൾക്ക് കിതാബ് കൊടുക്കും. സിറാത്ത് പാലത്തിലേക്ക് കടക്കണതിന് മുമ്പ് തന്നെ പരാജയപ്പെട്ടത് മനസ്സിലാവുമല്ലോ. ഈ കിതാബ് കൊടുക്കുമ്പോഴാണല്ലോ ഏറെക്കുറെ ആൾക്കും ഐനുൽ യഖീനാവണത്. ഈ ഇടത്തെ കയ്യിൽ കിതാബ് കൊടുക്കുമ്പോൾ ഈ ചങ്ങായിക്ക് പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ മടുക്കും, വാങ്ങാൻ കഴിയൂല. എന്തപ്പം ചെയ്യുക, വാങ്ങാതിരിക്കാന്ന് കഴിയില്ലല്ലോ. അങ്ങനെ ഇയാൾ കൈ ഇങ്ങനെ ബാക്കോട്ടേക്ക് വലിക്കും. ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന പരാജിതരുടെ കാര്യമാണ് പറയണത്. കൈ ബാക്കോട്ടേക്ക് വലിച്ച് അവസാനം ഇയാളുടെ കൈ ബാക്കോട്ടേക്ക് ഇട്ടിട്ട് ബേക്കിലൂടെയാണ് പരാജയപ്പെട്ടവർക്ക് കിതാബ് വാങ്ങാൻ കഴിയുക. എന്നിട്ട് അള്ളാഹു മലക്കൾ മുഖേന പറയും, ഇഖ്റ കിതാബ്, വായിക്കടാ നീ. അപ്പം ആദ്യം ഒരു ബ്രീഫ്ലി ഒരു വായന ഉണ്ട്. ജസ്റ്റ് ആദ്യം ഒരു വായന ഉണ്ടാവുമല്ലോ. ഏട് തന്നെ 3 വിധത്തിലുണ്ടാവും. അതുമാത്രം വിശദീകരിച്ച മണിക്കൂറുകളോളം പറയേണ്ടതാണ്. ഈ ഒരു വായന ഉണ്ട്. ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യുന്ന ഏരിയയാണത്. ആദ്യം ഒരു ജസ്റ്റ് വായന ഉണ്ടാവും. 38-ാം വയസ്സിൽ ആക്സിഡൻറ്റിൽ മരിച്ച ചെറുപ്പക്കാരൻ, പേര് ഇതൊരു വയസ്സ് 38, 15 വയസ്സ് മുതൽ അഥവാ പ്രായപൂർത്തിയായത് മുതൽ 18,346 ഹറാമുകൾ വീഡിയോ വഴി കണ്ടു. ആദ്യത്തെ വായനൻ്റെ ഒരു ഊക്കോക്കിങ്ങൾ. നെറ്റ് ഹിസ്റ്ററി ക്ലിയർ ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഡിലീറ്റ് ആക്കിയിട്ടും കാര്യമില്ല, വാതിലിൻ്റെ കുറ്റിയിട്ടിട്ടും കാര്യം. എന്തിനിപ്പോൾ വാതിലിൻ്റെ കുറ്റിയിടുന്നത്? കാണാതിരിക്കാൻ. ആര് കാണാതിരിക്കാൻ? ഉപ്പ, ഉമ്മ, ഭാര്യ, ഏട്ടത്തി, അനിയത്തി, അല്ലയോ. അങ്ങനെ ഓരോന്ന് വായിക്കും. ഇയാൾക്കാണെങ്കിൽ കാരണം ഇത് സെക്ടർ പ്രസിഡന്റ് കേൾക്കുന്നുണ്ടാവും, ഡിവിഷൻ ഭാരവാഹി, സോണ്, മുദരിസ് ഉസ്താദ്, എല്ലാവരും കേൾക്കുമല്ലോ ഇത്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഉപ്പാപ്പ, ഉമ്മാമ, പണ്ടേ മരിച്ചുപോയ ഉമ്മാമ, ഉപ്പാപ്പ, ഇവരെല്ലാം ഇത് കേൾക്കുമല്ലോ. ഇയാളാണെങ്കിൽ വഷളായിട്ട് ഓരോ ഹറാമ് ഇങ്ങനെ വായിക്കും. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ എന്ന് പറഞ്ഞാൽ ചിരിച്ചതും പൊട്ടിച്ചിരിച്ചതും പുഞ്ചിരിച്ചതും മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ടാവും. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എല്ലാം മലക്കൾ എഴുതി വെക്കും, മുഴുവൻ എഴുതി വെക്കും.
കൂടുതൽ കണ്ടത് റീൽസുകളിലൂടെയാണ്. ഹറാം. അടുത്ത നെട്ടിക്കുന്ന വാക്കതാ വന്നിട്ടാ അടുത്തത്. 30 സെക്കൻഡുകൾ തന്നെ 1 കോടിയാണ് ടോട്ടൽ കണ്ടത്. അപ്പോൾ 1 കോടി ഇൻറ്റു 30 സെക്കൻഡ്, വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. അങ്ങനെ ഇങ്ങനെ വായിക്കും. ഇയാൾ പേടിച്ചിട്ട് അടുത്തത് ഒരക്ഷരം വായിക്കാൻ കഴിയുന്നില്ല. വഷളത്തരാണ് പുറത്തേക്ക് ഇങ്ങനെ വരുന്നത്. വല്ലാഹു മുഖ്രിജുക്കും മാ കുന്തും തക്തുമൂൻ, നിങ്ങൾ മറച്ചു വെച്ചത് മുഴുവനും അള്ളയാണെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കും. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? അതിങ്ങനെ വായിക്കുമ്പോൾ പിന്നെ ഇയാൾക്ക് ഇനി ഒരു രക്ഷയില്ല. ഇനി ആകെയുള്ള ഒരു രക്ഷ എന്താ ഉള്ളതെന്നറിയോ? ഇത് ഞാൻ ചെയ്തതല്ല എന്നുള്ള ഒരു കള്ളത്തരം പറയല. അതൊന്ന് അയാൾ ട്രൈ ചെയ്ത് നോക്കും. ഇയാൾ പറയും ഇത് ഫുള്ള് ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, മലക്കൾ എഴുതി വെച്ചതാണ്. അപ്പോഴാണ് വായക്ക് സീല് വരിക. അല്ലാണ്ട് പരലോകത്തേക്ക് വരുമ്പോൾ തന്നെ വായക്ക് സീലൊന്നും വരൂല. നാവ് കൊണ്ട് കളവ് പറയാൻ ശ്രമിക്കുമ്പോൾ വായക്ക് സീല് വരും. കളവ് പറയുന്ന ഹേവനെ ഇത്രയെല്ലാം ചെയ്തിട്ടും വായക്ക് സീല് വരും. അവയവങ്ങളാണെങ്കിൽ മുട്ടിയിട്ട് നിൽക്കാൻ കഴിയുന്നില്ല അവർക്ക്. അവരെ കൊണ്ട് ഈ ചങ്ങായി ചെയ്യിപ്പിച്ച തെറ്റ് എങ്ങനെയെങ്കിലും അള്ളാഹ്ക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവയവങ്ങൾ ഇങ്ങനെ മുട്ടിയിട്ട് നിൽക്കാൻ. വത്തുകല്യമോനായിരിക്കും. കൈകളെ നമ്മൾ സംസാരിപ്പിക്കുന്നല്ല ആയത്തിൻ്റെ അർത്ഥം. കൈകൾ ഇങ്ങോട്ട് വന്നിട്ട് കോടതിയിൽ വന്ന് പോലീസിനോട് കള്ളൻ കീഴടങ്ങി എന്നെല്ലാം പറയണ പോലെ ഇങ്ങോട്ട് സംസാരിക്കും. അടിച്ചടിച്ചിട്ട് പറയിപ്പിക്കുന്നല്ല. സത്യം പറയടാ, നീ അത് എടുത്തിട്ടില്ല, അങ്ങനല്ല. കൈകൾ ഇങ്ങോട്ട് വന്ന് സംസാരിക്കും. കാരണം ഈ വിരലിന് ഇഷ്ടമല്ല ഈ ക്ലിക്ക് ചെയ്തതും ഡിലീറ്റ് ആക്കിയതും. ഇതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. വലിയ അശുദ്ധിക്കാരനായി ഒരാൾ നഖം മുറിച്ചാൽ ആ നഖം ആഖിറത്തിൽ വന്നിട്ട് കളിയാക്കും എന്ന് എഴുതി വെച്ച ഇസ്ലാമാണ് നമ്മുടേത്. തല മുതൽ കാല് വരെയുള്ള രോമങ്ങൾ നമുക്ക് അനുകൂലം പ്രതികൂലമായി സാക്ഷി നിൽക്കുമെന്ന് പറയുന്ന പ്രത്യയശാസ്ത്രമാണ് നമ്മുടേത്. യൗമ തഷ്ഹദു അൽസിനതുഹും എന്ന ആയത്തിന്റെ വ്യാഖ്യാനങ്ങൾ ഈ ഏരിയ നന്നായി വിശദീകരിക്കുന്നുണ്ട്. കൈകൾ സംസാരിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും ഇങ്ങനെ മുട്ടി നിൽക്കാണ്, കാലുകൾ സാക്ഷി നിൽക്കും. ആദ്യമായിട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ സംസാരിക്കുന്ന അവയവം വലതുഭാഗത്തെ തുടയായിരിക്കും. ദുർറുൽ മൻസൂറിൽ കാണാം. ആദ്യം സംസാരിക്കൽ വലതുഭാഗത്തെ തുടയ. കണ്ണ് സംസാരിക്കുമ്പോൾ കാല് ഓരോ അവയവങ്ങളും ശരിയാണ് 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 എന്നിങ്ങനെ പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ.